കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും നമ്മെ സൂക്ഷിക്കുന്ന, നടത്തുന്ന, കൊണ്ടുവന്ന അവിടുത്തെ ശ്രേഷ്ഠകരമായ വഴികൾക്കായി സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്മയില്ലാതെ ഒരു തിന്മയും അവിടുന്ന് ചെയ്തിട്ടില്ല. പറഞ്ഞിരാത്ത ദാനങ്ങൾ നിമിത്തം നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാറ്റിനും നന്ദിയുള്ളവരായിരിക്കാൻ ഇടയാകണം. 10 കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കി. ബാക്കി 9 പേരും തിരിച്ചു വന്നില്ല. ഒരുവൻ വന്ന് മുട്ടുകുത്തി അവിടത്തേക്ക് നന്ദി പറഞ്ഞു. യേശു ചോദിച്ചു, ബാക്കി 9 പേരെവിടെ? സഹോദരങ്ങളെ, വിടുതൽ ലഭിക്കുമ്പോൾ, ദൈവോപകാരം ചെയ്യുമ്പോൾ, നന്മകൾ ചെയ്യുമ്പോൾ ആ ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുകുത്തി നന്ദി പറയാൻ ഞാൻ എത്ര സമയം എടുത്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും വാതിൽ തുറക്കാനും സൗഖ്യത്തിനും വിടുതലിനും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴും നടന്ന വിഷയങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കി, ദൈവമേ ഞങ്ങൾക്ക് നൽകിയത് ഇന്നതാണ്, വിടുതലുകൾ നൽകിയ വിഷയം ഇന്നതൊക്കെയാണ്, അതിനൊക്കെ നന്ദി 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 എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്കിടയാവണം. ആവർത്തിച്ചു പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഇന്ന് പകലിലും നമ്മളെ ടച്ച് ചെയ്യാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അവിടെ നമുക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താകുലവും, ഒന്നല്ല രണ്ടല്ല, ഏതൊക്കെ വിഷയമുണ്ടോ അതെല്ലാം അവിടുത്തെ മുൻപാകെ ഇടാൻ നമുക്ക് തയ്യാറാകാം. വിശ്വാസത്തിന്റെ നായകൻ നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ കയ്യിൽ സകല ചിന്താകുലവും ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിരാശപ്പെടണോ? വേണ്ട. കഴിയുന്നവന്റെ കയ്യിലല്ലേ കൊടുത്തിരിക്കുന്നത്? സൃഷ്ടിക്കുന്നവന്റെ കയ്യിലല്ലേ കൊടുത്തിരിക്കുന്നത്? വിളിച്ചു വരുത്തുന്നവന്റെ കയ്യിലല്ലേ കൊടുത്തിരിക്കുന്നത്? സർവശക്തന്റെ കയ്യിലല്ലേ കൊടുത്തിരിക്കുന്നത്? ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ ടെൻഷനാവരുത്. എന്നാൽ നമ്മൾ കൊടുക്കുമ്പോൾ ഭയങ്കര ധൈര്യമാണ്. കൊടുത്തെഴുന്നേറ്റ് ആമയും പറഞ്ഞ് പുറത്തു വരുമ്പോ ഇനി ഇതെങ്ങനെ നടക്കുക, എന്ത് ചെയ്യും, നിൽക്കാൻ പറ്റുമോ, ഇതിനൊരു വിടുതലുണ്ടോ എന്നൊക്കെ ചോദിച്ച് നിരാശയകത്ത് വരുമ്പോൾ ദൈവാത്മാവിന് വിളിച്ചു പറയാനുള്ളത്, നിങ്ങൾ വിഷയം കൊടുത്തവൻ ആരാന്നൊരു അറിവ് നമ്മുടെ അകത്തുണ്ടാകും. ഒന്നുമില്ലായ്മയിൽ സകലത്തെ ഉളവാക്കുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുന്നു, വാഗ്ദത്തം ചെയ്ത് പൂർണ്ണമായി നൽകാൻ ശക്തൻ. ഈ ഒരു ഉറപ്പൊക്കെ നമ്മുടെ അകത്ത് കത്തുമെങ്കിൽ എന്നും ഉറപ്പോടെ നിൽക്കാൻ നമുക്ക് കഴിയും. എന്നാൽ പലപ്പോഴും നമ്മൾ പതറിപ്പോകുന്നു. വിഷയങ്ങൾ കാണുമ്പോൾ പരിമിതിയില്ലാത്ത ദൈവത്തെ പറ്റിയൂടെ ചിന്തിക്കണം. നമ്മൾ വിഷയത്തെ വലുതായി കാണുന്നു. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം, അവിടുത്തെ ശ്രേഷ്ഠകരമായ വഴികളും ഓർത്താൽ നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കോടിക്കണക്കിന് വഴി എന്റെ കർത്താവിന്റെ പക്കലുണ്ട്. സമുദ്രത്തിലുണ്ട്, കൊടുങ്കാറ്റിലുണ്ട്, മരുഭൂമിയിലുണ്ട്. ഭക്തനിങ്ങനെ പറയുന്നു, സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താലും അവിടെയും ഇറങ്ങി വരുന്ന ഒരു ദൈവം, കരത്തിപ്പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ചാരുവാൻ നമ്മൾ തയ്യാറായാൽ അവിടെ നമ്മുടെ അടുക്കിലേക്ക് വരും, നമ്മുടെ നിലവിളി കേൾക്കും. ചെവിചായ്ച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കേൾക്കുവാൻ മറ്റാരും തയ്യാറാകാത്തപ്പോ, അകലം വിട്ട് സഞ്ചരിക്കുമ്പോൾ കരയുന്നവന് വേണ്ടി ചെവിചായ്ച്ച് ആ വിഷയം കേൾക്കുന്ന ഒരു ദൈവം, ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം
എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദവും പുറപ്പെടും. കാണാതെ പോകുന്ന ഒരു ദൈവമല്ല. 12 സംവത്സരമായി എല്ലാവരും ഉപേക്ഷിച്ച, തകർത്ത, ഡോക്ടേഴ്സിനാൽ പരീക്ഷിക്കപ്പെട്ട് സമ്പാദ്യം നഷ്ടപ്പെട്ട് ഭയമകത്ത് വന്ന ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് അവിടെ നിന്നില്ലേ? കൈവിട്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ വിഷയത്തെ ദൈവം തള്ളിക്കളയുമോ? കാണാതിരിക്കുമോ? വിശ്വാസമകത്തിന്ന് പകൽ കത്തട്ടെ, ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 15-ാമത് വാക്യം. ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന പ്രസ്താവന: ജീവൻ, ഗുണം, മരണം, ദോഷം. അപ്പൊ അത് നമ്മൾ റിസീവ് ചെയ്യണം. ഏതാണ്? നമുക്ക് ജീവനും ഗുണവും വരണമെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കണം. അതാണ് അടുത്ത വാക്യം. ഇതനുസരിച്ച് നീ ജീവിച്ചിരിക്കുന്നു, വർദ്ധിക്കുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാനും അവന്റെ വഴികൾ നടപ്പാനും അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ ജീവനുണ്ടാകും, ഗുണമുണ്ടാകും. ദൈവത്തിന്റെ വഴിയിലൂടെ നടന്നാൽ തകരത്തില്ല, ദോഷമുണ്ടാവില്ല, ഒരനർത്ഥം ഒരു ബാധയും കൂടാരത്തിനടുക്കാതെ വണ്ണം ദൈവം പരിപാലിക്കും, ദൈവം ജീവിപ്പിക്കും, ദൈവം ശക്തീകരിക്കും. ഇത് മനസ്സിലായോ? ജീവനും ഗുണവും വ്യാപരിക്കണമെങ്കിൽ, മരണത്തിന്റെ വ്യാപാരങ്ങൾ, വാക്തത്വങ്ങളെ ഡെഡാക്കാൻ ശ്രമിക്കുന്ന, ദോഷത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന ദുഷ്ടസിംഹാസനങ്ങൾക്ക് നമ്മളോട് സഖ്യത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ദൈവിക വചനം പ്രമാണം മുറുകെ പിടിച്ച് വിശുദ്ധിയോടെ, അഭിഷേകത്തോടെ, പ്രാർത്ഥനയോടെ നടന്നാൽ ജീവൻ വ്യാപരിക്കും. എഴുന്നേൽക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ ഈ പകൽ ജീവൻ വ്യാപരിക്കാൻ പോകുകയാണ്. അത് ദോഷമായി പോയോ എന്ന് ചിന്തിക്കുന്നതിനെ ഗുണമാക്കി മാറ്റാൻ പോകുക ദൈവം. എപ്പോൾ? വചനത്തിന് പ്രാധാന്യം കൊടുത്ത, പ്രാർത്ഥനയ്ക്ക്, അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിന്റെ ജനം തയ്യാറാകുമെങ്കിൽ സകല തിന്മയുടെ ശക്തികളും ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കും. അത് നിങ്ങളുടെ തലമുറകളിൽ വ്യാപരിക്കില്ല, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വ്യാപരിക്കില്ല, നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കില്ല. കാരണം പ്രമാണം മുറുകെ പിടിക്കുന്നവനെ സംരക്ഷിച്ചു നിർത്തുന്ന, അവന്റെ മേൽ ജീവന്റെ ശക്തി വ്യാപരിപ്പിക്കുന്ന, അവനെ ബലത്തോടെ നിർത്തുന്ന, അവന്റെ കുടുംബത്തെ ദേശത്ത് അടയാളമാക്കി മാറ്റുന്ന, സകല അന്ധകാര മണ്ഡലങ്ങളെയും പൊട്ടിച്ചെറിയുന്ന വചനത്തിന്റെ ശക്തി ഈ പ്രഭാതത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം നടക്കുന്നത് പോലെ നടക്കാതെ, ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാതെ, ദൈവമുമ്പാകെ നിഷ്കളങ്കനായി നടക്കാൻ, ഒന്നുകൂടി പറഞ്ഞാൽ എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, ദൈവത്തിന്റെ ചുവടുകളിൽ തന്നെ. വചനത്തിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബം ഒരു കാലഘട്ടത്തിലും തകരത്തില്ലെന്ന് ശക്തമായി വിളിച്ചു പറയാൻ ഇന്ന് പ്രഭാതത്തിലും നിയോഗമുണ്ട്. ജീവൻ വ്യാപരിക്കട്ടെ. ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനുമാണ് എന്റെ കർത്താവ് വന്നിരിക്കുന്നത്, നമുക്കറിയാമല്ലോ. അങ്ങനെയെങ്കിൽ ആ ജീവൻ വ്യാപരിക്കാൻ നമ്മൾ നടപ്പ് ക്രമീകരിക്കണം, ദൈവത്തോട് ചേർന്ന് നടക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. പറ്റിയിരിക്കണം. യോശുവയും കാലേബുമൊക്കെ ദൈവത്തോട് പറ്റിയിരുന്നു. അവർക്ക് ദൈവം കൊടുത്ത അവകാശം ശ്രേഷ്ഠമായിരുന്നു. സഹോദരങ്ങളെ, ഇന്ന് പകൽ ജീവൻ വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ജീവന്റെ വഴിയിലൂടെ നടക്കൂ.
യേശുവിന്റെ നാമത്തിൽ വചനത്തിന് പ്രാധാന്യം കൊടുത്തു. ആവർത്തിച്ചു പറയുന്നു, വചനത്തിന് പ്രാധാന്യം കൊടുക്കൂ. ദൈവത്തിന്റെ കൽപ്പനകളിലൂടെ ഈ ദിവസങ്ങൾ ജീവിക്കാൻ തയ്യാറാകൂ. അവിടുന്ന് പറഞ്ഞത് ഏറ്റെടുക്കൂ. നമ്മുടെ ഇഷ്ടത്തിന് പോകാതെ ദൈവത്തിന്റെ ഇഷ്ടം എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും വെളിപ്പെടുത്തണം. എന്റെ തലമുറയുടെ മേൽ വെളിപ്പെടുത്തണം. ദൈവസഭയുടെ മേൽ ദൈവത്തിന്റെ ഇഷ്ടം വെളിപ്പെടാൻ, നമ്മുടെ മിനിസ്ട്രിയിൽ ദൈവത്തിന്റെ ഇഷ്ടം വെളിപ്പെടാൻ പ്രാർത്ഥിക്കൂ. ജീവൻ വ്യാപരിക്കുന്ന പകൽക്കാലമാ. ചില ദോഷങ്ങളെ ഗുണമാക്കുന്ന പകൽക്കാലമാ. തിന്മയെ നന്മയാക്കുന്ന പകൽക്കാലമാണ്. താഴ്ചയെ ഉയർച്ചയാക്കുന്ന പകൽക്കാലമാണ്. വിടുതലുകളുടെ പകൽക്കാലമാണ്. കുരുക്കുകൾ അഴിയുന്ന പകൽക്കാലമാ. ദൈവശക്തി ഇറങ്ങുന്ന സമയമാണ്. എത്ര പേർ ഇന്ന് പോലൊന്ന് സമർപ്പിക്കും? അങ്ങയുടെ വഴി എനിക്ക് മതി, അങ്ങയുടെ വഴി എനിക്ക് മതി, അതിലൂടെ ഞാൻ നടക്കും. അങ്ങയുടെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ ജീവിക്കട്ടെ, തലമുറകൾ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ദോഷങ്ങൾ ഇന്ന് പകൽ തകർന്നു മാറുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പ്രഭാതത്തിലും ഈ വചനത്തിന്റെ ശക്തി അവിടുത്തെ ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. ജീവനും ഗുണവും ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ച് അവിടുത്തെ വചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരാക്കി ദൈവം ഞങ്ങളെ തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽ നൽകുന്ന വിടുതലുകൾക്ക് സ്തോത്രം, സൗഖ്യത്തിന് സ്തോത്രം, ദൈവപ്രവർത്തിക്ക് സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾക്ക് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്ബിറ്റർ മാത്യു.